നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താത്തതിനെതിരെ ഗുരുതര വിമർശനം. ചികിത്സാ വീഴ്ചയെ തുടർന്ന് യുവാവ് മരിച്ചതിന് പിന്നാലെ ഡോക്ടർമാരുടെ കുറവും അത്യാഹിത വിഭാഗത്തിലെ പരിമിതികളുമാണ് വിമർശനത്തിനിടയാക്കുന്നത്. ആശുപത്രിയുടെ ദുരവസ്ഥ പരിഹരിക്കുന്നതിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുകയാണ് രോഗികളും നാട്ടുകാരും. നിരന്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നില്ല എന്നതാണ് രോഗികളും നാട്ടുകാരും ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം. അത്യാഹിത വിഭാഗത്തിലെത്തുന്ന നിരവധി രോഗികളെ ആവശ്യമായ ചികിത്സ നൽകുന്നതിന് പകരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യേണ്ട സാഹചര്യമാണ്. കടുത്ത നെഞ്ചുവേദനയുമായി എത്തിയ 45-കാരന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയതും സമാനമായ സാഹചര്യത്തിന്റെ ഭാഗമായാണ്. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നടപടികളാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സാധാരണ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണിവരെ മാത്രമാണ് OP സേവനമുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് അത്യാഹിത വിഭാഗത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഞായറാഴ്ചകളിൽ OP സേവനമില്ലാത്തതും സ്ഥലം മാറിപ്പോയ ഡോക്ടർമാർക്ക് പകരം പുതിയ നിയമനം നടത്താത്തതും രോഗികൾക്ക് കൂടുതൽ പ്രയാസമുണ്ടാക്കുന്നു. LDF സർക്കാരിന്റെ കാലത്ത് അത്യാഹിത വിഭാഗത്തിൽ 3 ഡോക്ടർമാർ സേവനമനുഷ്ഠിച്ചിരുന്നു. നിലവിൽ 1 ഡോക്ടർ മാത്രമാണുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന സൗകര്യങ്ങളെങ്കിലും പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ അടിയന്തരമായി നികത്തി അത്യാഹിത വിഭാഗം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാ ദിവസവും OP സേവനം വൈകുന്നേരം വരെ ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും രോഗികൾ മുന്നോട്ട് വെക്കുന്നു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യവുമായി പ്രതിഷേധങ്ങളും ജനകീയ സമരങ്ങളും ശക്തമാകുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് രോഗികളും നാട്ടുകാരും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.